വിലയേറിയ ഗായകൻ ഈ സംഗീത സംവിധായകൻ, ഒപ്പം ശ്രേയ ഘോഷാലും. സിനിമയിലെ അഭിനേതാക്കൾക്കൊപ്പം തന്നെ പിന്നണി ഗായകർക്കും ആരാധക വൃന്ദമുള്ള നാടാണ് നമ്മുടേത്. ഒരു പാട്ട് പാടാനായി കേവലം തുച്ഛമായ പ്രതിഫലം മാത്രമായിരുന്നു ഒരു കാലത്ത് ഗായകർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി പാടെ മാറിയിട്ടുണ്ട്. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഗാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി അന്നും ഇന്നും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. സിനിമ പിന്നണി ഗാന മേഖലയെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന കാലത്തിൽ നിന്ന് മാറി ഇന്ന് സ്വതന്ത്ര സംഗീത മേഖലയ്ക്കും വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്ന് ഗായകരുടെ പ്രതിഫലത്തിലും വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ മുൻനിര ഗായകർ ഒരു പാട്ടിന് തന്നെ ലക്ഷങ്ങളാണ് പ്രതിഫലം ഈടാക്കുന്നത്. എന്നാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മുഴുവൻ സമയ ഗായകരെക്കാൾ മുന്നിലാണ് ഒരു സംഗീത സംവിധായകൻ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈടാക്കുന്ന ആ സംഗീത സംവിധായകൻ മറ്റാരുമല്ല, AR റഹ്മാനാണ്. മറ്റ് ഗായകരെക്കാൾ 12 മുതൽ 15 വരെ മടങ്ങ് കൂടുതലാണ് റഹ്മാന്റെ പാട്ടിനുള്ള പ്രതിഫലം. മറ്റൊരു സംവിധായകന്റെ ഗാനം ആലപിക്കാൻ 3 കോടി രൂപ വരെയാണ് റഹ്മാൻ വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യധാര ഗായകരായ ശ്രേയ ഘോഷൽ, അർജിത് സിംഗ്, സുനിധി ചൗഹാൻ, സോനു നിഗം തുടങ്ങിയവരൊക്കെ കടത്തിവെട്ടിയാണ് റഹ്മാൻ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. എന്നാൽ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ഗാനം പാടുന്നതിന് റഹ്മാൻ എത്ര രൂപ കൈപ്പറ്റുന്നുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റു സംഗീത സംവിധായകരുടെ പാട്ടുകൾ വളരെ അപൂർവമായി മാത്രമേ റഹ്മാൻ ആലപിക്കാറുള്ളൂ. സ്വന്തം പ്രോജക്റ്റുകളിലാണ് അദ്ദേഹം കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുഴുവൻ സമയ ഗായകരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ശ്രേയ ഘോഷാലാണ്. 25 ലക്ഷം രൂപ വരെയാണ് ഒരു പാട്ടിന് ശ്രേയയുടെ പ്രതിഫലം. 18 മുതൽ 20 ലക്ഷം വരെ വാങ്ങുന്ന സുനിധി ചൗഹാനാണ് 3ാമത്. അർജിത് സിംഗും ഏതാണ്ട് ഇതേ തുകയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത്. 15 മുതൽ 18 ലക്ഷം വരെയാണ് സോനു നിഗത്തിന്റെ പ്രതിഫലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2ാമത്തെ സംഗീത സംവിധായകനാണ് AR റഹ്മാൻ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അനിരുദ്ധ് രവിചന്ദറാണ് 1ാം സ്ഥാനത്ത്. 8 കോടിയാണ് ഒരു ചിത്രത്തിന് വേണ്ടി റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അനിരുദ്ധിന്റെ പ്രതിഫലം 10 കോടിയാണ്.